നന്ദി പറയുന്നു. ഒപ്പം നമ്മളിവിടെ നല്ലൊരു റോഡ് ഷോ ചെയ്യുന്നുണ്ട്. നമ്മുടേതായ രീതിയിൽ നമ്മുടെ മലയാളികളെ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ്. അതായത് ഇന്ത്യ അലയൻസ് നമ്മൾ ഓരോരുത്തരും ഒത്തുചേർന്ന് വളരെ ആർജവത്തോടു കൂടി ഇന്നുവരെ നമ്മൾ ഇനിയിപ്പോ വോട്ട് ചെയ്യാൻ പോകണ്ട എന്ന് വെക്കുന്ന ചിലവരെങ്കിലും മടിച്ചു നിൽക്കുന്ന അവസരം ഇത്തവണ ഉണ്ടാകരുത്. നമ്മൾക്ക് ഒരു ഒറ്റ നിർബന്ധമേ ഉള്ളൂ. ഇത്തവണ BJPക്ക് ഭരിക്കാനുള്ള അവസരം കൊടുക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയാൽ നമ്മൾ ഇന്ത്യ അലയൻസിന്റെ പേരിൽ ശക്തമായ പ്രകടനങ്ങളാണ് നടത്തുന്നത്. ഈ ആർജവം വോട്ട് എടുപ്പ് നടക്കുന്ന ദിവസം വരെ, വോട്ടിലൂടെ തെളിയുന്ന ദിവസം വരെ നമ്മൾ ഈ ആർജവത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ഹൃദയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും നിങ്ങൾക്ക് ആകാവുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾ ഈ മെസ്സേജ് എത്തിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായിട്ടുള്ളവർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും പ്രതിനിധികളായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. എങ്കിലും എല്ലാവരും സമന്മാരാണ്. നമ്മൾ ഓരോരുത്തരും തുല്യരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഇവരെ ഓരോരുത്തരെയും നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും വളരെ ചിലവർ മാത്രമേ പരിചയമില്ലാത്തവരുണ്ടാകും. മലപ്പുറത്ത് നിന്നാണ്. അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. പിന്നെ നമ്മുടെ എബ്രഹാം മാത്യു സാറ് സൗത്ത് ഈസ്റ്റ് കോൺഗ്രസിന്റെ ഇൻചാർജ് ആണ്. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ RMS സാറിനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തണ്ട. കേരള സ്കൂളുമായും DMA ആയിട്ടും എന്തിനു പറയണു എല്ലാ മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കറിയ സാറും ഇതുപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ മേഖലയിലും മലയാളി സംഘടനകളുടെ പേരിലാണെങ്കിലും അല്ലാതെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ചാന്ദിനി ചൗക്കിന്റെ കോൺഗ്രസിന്റെ ഇൻചാർജും കൂടിയാണ് അദ്ദേഹം. അപ്പം നമ്മള് പിന്നെ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലയാളികളുടെ ഇടയിൽ കിടന്ന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ എന്നെ നിങ്ങൾക്ക് ഒരു ആം ആദ്മി പാർട്ടിയുടെ ലേബലിൽ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ ഒരു സഹോദരിയാണ്. കാലങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലൂടെ പ്രയാണം ചെയ്ത ഒരാളാണ്. എങ്കിലും ഇപ്പോ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്കും ഇപ്പോൾ ഇവിടെ ഡൽഹിയിലെ ഇലക്ഷൻ കഴിയുന്നവരെ ഇലക്ഷൻ ക്യാമ്പയിനുകളെ നിയന്ത്രിക്കാനുള്ള ഒരു ഇതും കൂടി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ എല്ലാത്തിന്റെയും പേരിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ഹൃദയത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും സ്നേഹപൂർവ്വം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഇവിടെ കൂടിയിരിക്കുന്ന ഇന്ത്യ അലയൻസിലെ ഓരോ വ്യക്തികൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു, കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറുകയാണ്. ജനാധിപത്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഇവനെന്തിനു പറയുന്നത്, നമ്മൾ എന്ത് കഴിക്കണം കുടിക്കണം ഇതിന് പോലും റെസ്ട്രിക്ഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്രാവശ്യത്തെ ഓരോ വോട്ടും 100 വോട്ടിന് തുല്യമാണ്. നമുക്കെല്ലാം ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റിയും ഇൻറ്റിഗ്രിറ്റിയും സംരക്ഷിക്കുക എന്നുള്ള ഓരോ പൗരൻ്റെയും കടമയാണ്. അതിൻ്റെ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ചണ്ഡീഗഡ് മേയർ പോളിൽ നിങ്ങൾ ക്ലിയറായിട്ട് കണ്ടതാണ് ജനാധിപത്യത്തെ എങ്ങനെ ദുർബലമാക്കുന്നു. യാതൊരു റിഗാർഡുമില്ലാതെ, ഇന്ത്യയിലെ നിയമ വ്യവസ്ഥകൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ചണ്ഡീഗഡ് മേയർ പോളിൽ അവിടെ നടന്ന ജനാധിപത്യ ഹിംസ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അവരും പ്രതീക്ഷ കാണത്തില്ല സുപ്രീം കോടതി ഇടപെടുമെന്ന്. ചില എന്തും ചെയ്യാം, ഞങ്ങളോട് ആരും ഒന്നും ചോദിക്കാനില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റ് സെക്യൂരിറ്റി ബ്രീച്ച് നടന്നപ്പോൾ ഒപ്പോസിഷൻ MPs ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ. ഹോം മിനിസ്റ്റർ അതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെന്ന്. അതിന് പോലും അവർ തയ്യാറായില്ല. പിന്നീട് അത് പ്രതിഷേധമായി 144 ഒപ്പോസിഷൻ MPമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. എന്നുവെച്ചാൽ ഒന്ന് അഹങ്കാരം, ഒന്നും ചോദിക്കാൻ ഞങ്ങളോട് ആര് ചോദിക്കാനാണ്? ആരും ഒന്നും ചോദിക്കാനില്ല, ഞങ്ങൾക്ക് എന്തും ഇഷ്ടമുള്ളത് ചെയ്യാം. അത് ഡെമോക്രസി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അംബേദ്കർ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഭരണഘടനയെ
കോൺസ്റ്റിറ്റ്യൂഷനെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളൂ. ശ്രീറാം ഭഗവാൻ രാമചന്ദ്രജി രാവണിന്റെ അന്ത്യത്തിൽ ലക്ഷ്മണനോട് ഒരു കാര്യം പറയുന്നുണ്ട്. രാവൺ ഭയങ്കര വിദ്വാനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെങ്കിൽ ആ വ്യക്തിയുടെ അഹങ്കാരമാണ് ആ വ്യക്തിയെ ഇല്ലാതാക്കിയത്. എന്തും ചെയ്യാം, ആരും ഞങ്ങളോട് ചോദിക്കാനില്ല. ഇലക്ട്രൽ ബോണ്ട് കണ്ടില്ലേ, ആദ്യം അത് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറായില്ല. സുപ്രീം കോടതിൻ്റെ ഓർഡർ ഡിസ്ക്ലോസ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഈവൻ മെഡിസിൻ കമ്പനികൾ പോലും ഡ്യൂപ്ലിക്കേറ്റുള്ള മെഡിസിൻ ഉണ്ടാക്കുകയും വിൽക്കുകയും നിയമങ്ങളെ ദൂർത്തെറിയുകയും കറക്ഷൻ ചെയ്തിട്ടുള്ള കമ്പനികൾക്കെല്ലാം ഇലക്ട്രൽ ബോണ്ട് വഴി BJPയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കേസിലെല്ലാം സെറ്റിൽമെൻ്റായി. മോദിജി നോക്കുക, ഇന്ത്യയിലെ എത്ര കറപ്റ്റുകളുണ്ട് എന്ന് മുഴുക്ക BJPയിലാണ്. എന്നിട്ട് പറയുകയാണ് ഓപ്പോസിഷൻ കറപ്റ്റാണെന്ന് പറയുകയാണ്. എന്നുവെച്ചാൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ബുദ്ധിയില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാലും 1, 2, 3 പ്രാവശ്യം കള്ളത്തരങ്ങൾ പറഞ്ഞ് മിസ്ഗൈഡ് ചെയ്തു പബ്ലിക്കിനെ. അവരാ കള്ളത്തരത്തിൽ വിശ്വസിച്ച് എന്ന് കണ്ടപ്പോൾ ഇനി എന്തുവാകാം, ഇനിയൊന്നും ഞങ്ങളോട് ചോദിക്കാൻ ആരും ഇല്ല. ആ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഇങ്ങനെയൊക്കെ അവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞങ്ങൾ വളരെ അഡ്വാൻസായിട്ട് പറയുന്നത് 400 സീറ്റ് ഞങ്ങൾ കിട്ടുമെന്ന്. അത് പബ്ലിക് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ പവറിലാണ്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആർക്ക് എത്ര സീറ്റ് കൊടുക്കണോ കൊടുക്കണ്ട എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. അതിന് മുമ്പ് അവർക്ക് എങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കുകയും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ വോട്ടിടുകയും, അല്ല വെയിലാണ് ഇത്രയും വെയിലത്ത് എൻ്റെ ഒരു വോട്ട് ഇട്ടില്ല എന്തോ കുഴപ്പം, അല്ലെ അങ്ങനെ ഓരോരുത്തരും പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന സ്ത്രീജനങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള മറ്റുള്ളവരോടും പറഞ്ഞാൽ നമ്മൾ ഓരോ വോട്ടും 100 വോട്ടിന് തുല്യമാണ്, വളരെ വാല്യുബിൾ ആണ്. ഓരോരുത്തരും അവരുടെ വോട്ട് നമ്മുടെ ജനസമ്മതിദാനം ഉപയോഗിക്കുക, ഇന്ത്യ അലയൻസിനെ ശക്തിപ്പെടുത്തുക. ഇന്ത്യയുടെ യൂണിറ്റിക്കും ഇൻഡിഗ്രിറ്റിക്കും വേണ്ടി വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരും സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അങ്ങ് വരെ കേൾക്കാമെന്ന് കരുതുന്നു. നോർമലി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരണ പരിപാടികൾക്കോ പ്രവർത്തന പരിപാടികൾക്കോ പോകാത്ത അനേകർ ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അങ്ങനെ ഇറങ്ങിത്തിരിച്ചെങ്കിൽ അതിന് ചില വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകും. നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാമൂഹിക സ്ഥിതിയിലേക്ക് നമ്മൾ വന്നിരിക്കുക. ഡെമോക്രസിക്ക് നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡെമോക്രസിയുടെ 4 ബേസിക് പില്ലേഴ്സ്. അതായത് ഡെമോക്രസിയെ താങ്ങി നിർത്തുന്ന 4 തൂണുകൾ. അതിൻ്റെ ഒന്നാമത്തെ തൂണാണ് ലെജിസ്ലേച്ചർ, രണ്ടാമത്തെ തൂണ് എക്സിക്യൂട്ടീവ്, മൂന്നാമത്തേത് ജുഡീഷ്യറി, നാലാമത്തേത് മീഡിയ. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ഡെമോക്രസിയെ താങ്ങി നിർത്തുന്ന 4 ബേസിക് പില്ലർ, 4 തൂണുകൾ: ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, മീഡിയ. ഈ 4 തൂണുകളെയും തകർത്ത് തരിപ്പണമാക്കി ഒരു ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെ ബിൽഡിംഗ് നിൽക്കുന്ന 4 തൂണിലാണെങ്കിൽ ആ 4 തൂണും തകരുവാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ബിൽഡിങ്ങിനെ രക്ഷിക്കുവാൻ ശ്രമിക്കും. നമ്മുടെ രാജ്യമെന്ന് പറയുന്ന ഈ കെട്ടിടത്തിന്റെ 4 തൂണുകളും തകർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടെ ഇന്ന് വന്നെങ്കിൽ നല്ല ചൂടുണ്ട്, വീട്ടിൽ AC ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. ആ സുഖ സൗകര്യങ്ങൾ ത്യജിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ, ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ വന്നെങ്കിൽ, നമ്മുടെ വീടിന്റെ അടിത്തറയും നമ്മുടെ വീടിന്റെ തൂണും തകരുന്നു എന്ന് നമുക്ക് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ലെജിസ്ലേച്ചറിന്റെ കാര്യം എടുക്കാം. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഇന്ന് വരെ ഇത്രയും MLA-മാരും MP-മാരും വിൽക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണേ പറയാം അവരെല്ലാം സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പോയിന്ന്. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പോയവരുണ്ട്, എന്നാൽ പൈസ കൊടുത്ത് മേടിച്ചവരുമുണ്ട്. ജുഡീഷ്യറിയുടെ കാര്യം നമുക്കറിയാം, പറയേണ്ട കാര്യമില്ല. മീഡിയയുടെ കാര്യം നമുക്കറിയാം. ഇന്ന് ഗോദി മീഡിയ അല്ലാത്ത ഒരു മീഡിയ പോലും ഇന്ത്യയിൽ ഇല്ല.
പ്രതിപക്ഷ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മീഡിയ ഇന്ത്യയിലില്ല. മണിപ്പൂരിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള മീഡിയ ഇന്ത്യയിലില്ല. അവിടെ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ റിപ്പോർട്ട് ചെയ്യാനുള്ള മീഡിയ ഇവിടെ ഇല്ല. മറിച്ച് വേണ്ടാത്തതെല്ലാം റിപ്പോർട്ട് ചെയ്യാനുള്ള മീഡിയ ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മൾ അല്പമെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തനങ്ങളും പ്രതിപക്ഷം അനുഭവിക്കുന്ന ദുരിതങ്ങളും ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇനി എക്സിക്യൂട്ടീവിന്റെ കാര്യം എടുക്കാം. ഈ എക്സിക്യൂട്ടീവ് നിങ്ങൾക്കറിയാം, മൊത്തം എക്സിക്യൂട്ടീവിനെ വാങ്ങി കൈ വെച്ചേക്കുക. ആരെവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടണം, ആരെവിടെ ഭരിക്കണം, ആരെവിടെ ഇരിക്കണം, എതിർത്ത് പറയുന്നവരെ എല്ലാം തകർക്കുക. ഈ ഒരു സ്ഥിതിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ സ്ഥിതിയിൽ നിന്ന് നമ്മൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു ആയുധമേ നമ്മുടെ കയ്യിലുള്ളൂ, അത് വോട്ടാണ്. ഈ വോട്ട് ബുദ്ധിപൂർവം ഉപയോഗിക്കുവാൻ നമ്മൾ ഒന്നടങ്കം ശ്രമിക്കണം. ഈ വരുന്ന ഇലക്ഷനിൽ ബുദ്ധിപൂർവം നമ്മുടെ വോട്ടുകൾ ഉപയോഗിക്കണം. അതുകൊണ്ട് മാത്രമാണ് രാജ്യത്തുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം ഇന്ന് യോജിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സീറ്റ് മത്സരിക്കുന്ന ഒരു ഇലക്ഷനായത്. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നതെന്ന് അറിയാമോ? കുറഞ്ഞ സീറ്റിൽ വിട്ടുകൊടുത്ത സീറ്റ് മറ്റുള്ളവർക്ക്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ജയിക്കേണ്ട, എൻ്റെ കൂടെയുള്ളവരെ ഒന്നിച്ച് നമുക്ക് ഈ വലിയ പ്രതിസന്ധിയെ നമുക്ക് തകർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സീറ്റിൽ മത്സരിക്കുന്നത്. ഒന്നിച്ച് പോരാടാം, ഒന്നിച്ച് വിജയിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇതിനായി പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നമ്മളെ എല്ലാവരെയും ഈ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ നമ്മൾ സ്വയം തയ്യാറാകുക, മറ്റുള്ളവരെ ഇതിനായിട്ട് ഒരുക്കുക. താങ്ക് യു. ഞാൻ നിങ്ങൾക്കൊരു പുതുമുഖമാണ്. മലപ്പുറത്ത് നിന്ന് ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി മാത്രമായിട്ട് എത്തിയതാണ്. ബഹുമാനായ സുഹൃത്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച വിഷയങ്ങളെല്ലാം, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയണ്ട. നമ്മളൊക്കെ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. നമ്മൾ ഇനിയും നമ്മുടെ ആ നിസ്സംഗമായ മനോഭാവം ജനാധിപത്യത്തോടും തെരഞ്ഞെടുപ്പിനോടൊക്കെ ഉപയോഗിക്കുന്ന സ്ഥിരമായി നമ്മൾ കാണിക്കുന്ന ഒരു നിസ്സംഗ മനോഭാവമുണ്ട്. ഞാൻ ചെയ്താലെന്ത്, വോട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് എന്ന മനോഭാവത്തിൽ നിന്ന് നമ്മളൊന്ന് എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ 2024 തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ 3 ഘട്ടം കഴിഞ്ഞ് അവസാനത്തെ 4 ഘട്ടം കൂടെ ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇനിയുള്ള ബാക്കിയുള്ള ഘട്ടങ്ങളെങ്കിലും നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ സാധിച്ചേക്കാം. ഈ രാജ്യം മുമ്പ് ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തുള്ള സകല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ ഒന്നിച്ചണിനിരന്ന് ഒരു പതാക കീഴിൽ മഹാത്മജിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുമ്പോൾ അതിന് ത്യാഗം സമർപ്പിച്ച, അവിടെ ജീവൻ സമർപ്പിച്ച, അവിടെ അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും എല്ലാം സമർപ്പിച്ച ഒരു പറ്റം നമ്മുടെ മുൻഗാമികൾ നടന്നുപോയ വഴിയാ. അവർ നമുക്ക് ഈ രാജ്യത്തെ സമർപ്പിക്കുമ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇതെല്ലാം അവർക്ക് കാൽച്ചുവട്ടിൽ ഏൽപ്പിച്ച് അവർ മരണപ്പെട്ട് അവർ രക്തസാക്ഷികളായി പോകുമ്പോൾ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഒരു രാജ്യം, മഹത്തായ രാജ്യം, ഒരു ജനാധിപത്യ വ്യവസ്ഥ, അതിനെയാണ് തച്ചു കൊന്നുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ബാധ്യതപ്പെട്ട ആളുകൾ അത് ഏറ്റെടുത്ത നമ്മളാ. വരും തലമുറക്ക് ഈ ഒരു രാജ്യവും ഈ ഒരു സമ്പത്തും ഈ ഒരു പൈതൃകവും ഈ ഒരു ജനാധിപത്യവും ഒക്കെ നിലനിൽക്കാൻ അത് ആരുടെ ബാധ്യതയാ? അവരുടെ ബാധ്യത കഴിഞ്ഞു. അടുത്ത തലമുറക്ക് ഇത് മിച്ചം വെക്കേണ്ട ബാധ്യത നമ്മുടേതാ. ഈ ബാധ്യതാ നിർവഹണം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറത്ത് നിന്ന് ഞാൻ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ സജീവമായി പങ്കെടുത്തു. അതിനുശേഷം അതിൻ്റെ ഈ ഘട്ടത്തിൽ ദില്ലിയിലൊക്കെ നമുക്ക് കുറച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയതാ. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമുക്കൊക്കെ ഒരുപാട് സുഹൃബന്ധങ്ങളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്, പല മേഖലകളിലും അടുത്ത ഘട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. കഴിയുന്ന സമയത്തൊക്കെ കിട്ടുന്ന ഫോൺ കോളിലോ കിട്ടുന്ന ബന്ധങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. വളരെ വളരെ ആത്മാർത്ഥമായി നമ്മൾ രാജ്യത്തിന് സമർപ്പിക്കേണ്ട ഈ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിന് സമയം ഉണ്ടായിക്കോണമെന്നില്ല. രാജ്യത്തെ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജനാധിപത്യ സംവിധാനം അതിൻ്റെ യഥാർത്ഥ രീതിയിൽ സുതാര്യതയും ജനാധിപത്യമൊക്കെ നടപ്പിലാക്കുന്ന ഭരണകർത്താക്കളെയും
പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും ഒക്കെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ഫണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും അവരെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് തടയുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഭരണവ്യവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന പേരാണ് ഏകാധിപത്യം. ആ സ്വേച്ഛാധിപത്യത്തിലേക്ക് രാജ്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് മോചിപ്പിക്കാനുള്ള ബാധ്യത നമ്മളിൽ അർപ്പിതമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയേ പറ്റൂ. നമ്മൾ അടങ്ങിയിരുന്നാൽ ഒരിക്കലും നമുക്കതിനെ മോചിപ്പിക്കാൻ സാധിക്കില്ല. ഞാനിവിടെ പറയുമ്പോൾ ഇവിടെ വന്നപ്പോൾ റാണി മാഡം പറഞ്ഞതനുസരിച്ച് ഞാൻ അറിഞ്ഞതനുസരിച്ച് ഇവിടെ 500-ഓളം ആളുകൾ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ യാദൃശികമായ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം, റോഡ് ഷോകളും മറ്റൊക്കെ നടക്കുന്നതുകൊണ്ട് മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ നമുക്കൊന്നും കൂടി വിപുലമായി ഇതേ സംവിധാനങ്ങൾ തന്നെ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ആളുകളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. എല്ലാ മേഖലകളിലും ആളുകളെ കൂട്ടിപ്പിടിച്ച് നമുക്ക് വിഭാഗീയതയും വെറുപ്പുകളും പ്രസംഗിക്കുന്നവരിൽ നിന്ന് മാറി സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, പൈതൃകത്തിന്റെ, നമ്മുടെ പഴയകാല പാരമ്പര്യത്തിന്റെ ഒക്കെ മാതൃകകൾ ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഈ രാജ്യം ഒന്നാണെന്നും നമ്മൾ ഒറ്റക്കെട്ടാണെന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി പിന്നെ മതവും ജാതിയും വർണ്ണവും വർഗവും ഒക്കെ ത്യജിച്ച് നമ്മളിപ്പോ പാർട്ടിയും എല്ലാ വിഭാഗീയതയും മാറ്റിവെച്ച് രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടിയും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും നാം ഒറ്റക്കെട്ടാണെന്ന സന്ദേശം കൈമാറി നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതിന് നമുക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒന്നിച്ചിരിക്കാനുള്ള ഈ ഒരു സദസ്സിൽ എത്താൻ സാധിച്ചതും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാധിച്ചതിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇനിയുള്ള ഈ പ്രയാണത്തിൽ നമുക്ക് ഒന്നിച്ച് മുന്നേറി ഈ ഒരു രാജ്യത്തെ മോചിപ്പിക്കുന്നവരെയുള്ള പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മളിതിവിടെ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ അനുഭവിക്കുന്ന ദുഷ്ഭരണത്തിൻ്റെ ഒരു അറുതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പല ഐഡിയോളജിയുള്ള പല പാർട്ടികളും ഒന്നിച്ചു നിന്ന് ഒരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിക്കെതിരായി കൈകോർത്തിരിക്കുകയാണ്. ഈ അടുത്തിടയ്ക്ക് വന്ന ഇന്നലെ മിനിയാന്ന് പേപ്പറിൽ വന്ന ഒരു ന്യൂസിനോട് പറയാം. സുപ്രീം കോടതി റിട്ടയർ ആയിട്ടുള്ള 2-3 ജഡ്ജികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രതിപക്ഷത്തിലെ രാജീവ് ഗാന്ധിയെയും ഒരു പരസ്യ സംവാദത്തിന് ക്ഷണിച്ചു. രാജീവ് ഗാന്ധി സസന്തോഷം അത്, രാഹുൽ ഗാന്ധി അത് സസന്തോഷം അത് സ്വീകരിച്ചു. പക്ഷെ ഇതുവരെ BJPയുടെ സൈഡിൽ നിന്നും അതിനൊരു മറുപടി ഇതുവരെയും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഭയക്കുന്നു. ആ ഭയപ്പാടിൽ, ആ തത്രപ്പാടിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള സ്റ്റേറ്റ്മെന്റുമായി ഇന്ത്യ മുഴുവൻ കറങ്ങി നടന്ന് ഈ സ്റ്റേറ്റ്മെന്റ് വന്നു. അതിനുവേണ്ടി പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാര് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ട് പോലും അവര് പോലും പേടിച്ചിട്ട്, ഈ സർക്കാരിനെ ഇവരെ പേടിച്ച്, മോദിയെ പേടിച്ചുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ഒരു 8-10 ഇലക്ഷനായിട്ട് ഞാനിത് കാണുന്നുണ്ട്, 8-9 ഇലക്ഷനായിട്ട് കാണുന്നുണ്ട്. ഡൽഹിയിൽ ഇപ്പൊ നേരത്തെ ഔട്ടർ ഡൽഹി ആയിരുന്നു, ഇപ്പൊ പശ്ചിമ ഡൽഹിയായി. ഇവിടെ കാണുന്ന 60% താഴെ പോളിംഗ് മാത്രമേ ഉള്ളൂ. പല ആൾക്കാരും ഇത് കണ്ടിട്ട് വോട്ട് ചെയ്യാൻ വരുന്നില്ല. നമ്മളെ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം മാക്സിമം ആൾക്കാരെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ വോട്ട് ചെയ്യിക്കാനായിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു കടപ്പാട്, ഒരു കടമ നമ്മക്കൊണ്ട്. അത് ചെയ്യണം. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നേരമായി സഹചരെ നേരറിഞ്ഞുണർന്നിടാൻ നേതൃഭാവമാർന്നു നമ്മളെ നയിക്കുവാൻ പങ്കിലമാം പാതകൾ തൂത്തുവൃത്തിയാക്കുവാൻ ചൂലുകൈയിലേന്തുവാൻ നേരമായി സഹചരെ ചൂലുകൈയിലേന്തുവാൻ നേരമായി സഹചരെ ദേവകൾക്കു സ്വന്തമെന്നു കേളികേട്ട കേരളം നേരുകെട്ട കക്ഷികൾ ഭരിച്ചു ഭാരമേറ്റുപോയി
അഴിമതിക്കു മുന്നിലിന്നു ആശയറ്റ സഹചരെ ആശ്രയത്തിനൊന്നു മാത്രം ചൂലുകൈയിലെന്തുവിൻ 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 ജാതിവർഗ ഭേദമില്ല എന്നുണർന്ന കേരളം പങ്കുവെച്ചു ജാതികൾക്കു ഭരണചക്രവേന്തുവാൻ 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 ചോര ചിന്തി വഴികളിൽ കിരാതവാഴ്ച ചെയ്തവർ ആശ്രയത്തിനൊന്നു മാത്രം ചൂലുകൈയിലെന്തുവിൻ 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 ചൂലുകൈയിലെന്തുവാൻ നേരമായി സഹചരെ ചൂലുകൈയിലെന്തുവാൻ നേരമായി സഹചരെ ചൂലുകൈയിലെന്തുവാൻ നേരമായി സഹചരെ നേരമായി സഹചരെ നേരറിഞ്ഞുണർന്നിടാൻ നേതൃഭാവമാർന്നു നമ്മൾ നമ്മളെ നയിക്കുവാൻ നമ്മളെ നയിക്കുവാൻ നമ്മളെ നയിക്കുവാൻ പങ്കിലമാം പാതകൾ തൂത്തുവൃത്തിയാക്കുവാൻ ചൂലുകൈയിലെന്തുവാൻ നേരമായി സഹചരെ ചൂലുകൈയിലെന്തുവാൻ നേരമായി സഹചരെ ദേവകൾക്കു സ്വന്തമെന്നു കേളികേട്ട കേരളം നേരുകെട്ട കക്ഷികൾ ഭരിച്ചു ഭാരമേറ്റുപോയി ഭരിച്ചു ഭാരമേറ്റുപോയി ഭരിച്ചു ഭാരമേറ്റുപോയി അഴിമതിക്കു മുന്നിലിന്നു ആശയറ്റ സഹചരെ ആശ്രയത്തിനൊന്നു മാത്രം ചൂലുകൈയിലെന്തുവിൻ 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 ജാതിവർഗ ഭേദമില്ല എന്നുണർന്ന കേരളം പങ്കുവെച്ചു ജാതികൾക്കു ഭരണചക്രവേന്തുവാൻ 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 ചോര ചിന്തി വഴികളിൽ കിരാതവാഴ്ച ചെയ്തവർ ആശ്രയത്തിനൊന്നു മാത്രം ചൂലുകൈയിലെന്തു